ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റിയിൽ നല്ലൊരു ഗ്യാപ് ഡൗൺ ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആയിരുന്നു കണ്ടിരുന്നത്. 10,094 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 10,112 വരെ ഹൈ പോയിട്ടുണ്ടായിരുന്നു. തുടർന്ന് 9,902 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. നിഫ്റ്റിയിൽ 214 പോയിൻറ്റ്സിൻ്റെ ഡൗൺ ആണ് ഇന്ന് റിപ്പോർട്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻസെക്സിൽ നോക്കുമ്പോൾ 708 പോയിൻറ്റ്സിൻ്റെ ഡൗൺ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സെക്ടറൽ വൈസ് ഇന്നത്തെ മാർക്കറ്റ് നോക്കുമ്പോൾ എല്ലാ സെക്ടറും തന്നെ ഡൗണിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ PSU ബാങ്ക് ആയിരുന്നു ടോപ്പ് ലോസറായിട്ട് നിന്നത്. നിഫ്റ്റി 50യിൽ 6 സ്റ്റോക്കുകളാണ് ആകെ അഡ്വാൻസസിൽ വന്നത്. ബാക്കി 44 സ്റ്റോക്കുകളും ഡിക്ലൈനിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റി ചാർട്ടിലേക്ക് വരുമ്പോൾ നല്ലൊരു ഗ്യാപ് ഡൗൺ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു നിഫ്റ്റിയിൽ. തുടർന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ നിഫ്റ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞപ്പോഴത്തേനും യൂറോപ്യൻ മാർക്കറ്റും ഡൗണിലാണ് ഓപ്പൺ ആയത്. അത് തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും ഒരു ഡൗണിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇനി ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ നല്ലൊരു ബിയറിഷ് സിഗ്നലാണ് ഇപ്പോൾ പ്ലോട്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സെല്ലിംഗ് പ്രഷറാണ് ഇപ്പോൾ നിഫ്റ്റിയുടെ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഇന്നലെ പറഞ്ഞതുപോലെ ഫെഡറൽ റിസർവിൻ്റെ പോളിസി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ അവർ കൊടുത്ത അപ്ഡേറ്റ് പ്രകാരം ഈ 2020 US എക്കോണമിയിൽ 6.5% ഒരു കോൺട്രാക്ഷൻ വരും എന്നുള്ള രീതിയിലാണ് അവർ അനൗൺസ് ചെയ്തത്. അതുപോലെ തന്നെ 2021 ആകുമ്പോഴത്തേക്കും 5% വളരും എന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം അവർ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ വീണ്ടും 0 മുതൽ 0.25% വരെയാണ് 2022 വരെ നിലനിർത്തിയിരിക്കുന്നത്. അതായത് ആ ഒരു US എക്കോണമീനെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ അവരവരുടെ ഫിനാൻഷ്യൽ പോളിസികളിലൊക്കെ കൂടുതൽ റിലാക്സേഷൻസ് കൊണ്ടുവരും എന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം US ജോബ്ലെസ് ക്ലെയിം റേറ്റ് റിപ്പോർട്ടുകൾ പ്രകാരം 13.3% ഇപ്പോൾ നിൽക്കുന്നത്. റീസെൻ്റ് റിപ്പോർട്ട് പ്രകാരം അത് ഈ ഒരു 2020 എൻഡ് ആകുമ്പോഴത്തേക്കും 9.3% കുറച്ചുകൊണ്ട് വരിക എന്നൊരു ടാർഗറ്റും അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയുടെ ഒരു സെക്കൻഡ് വേവ് US വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു എക്കോണമിയുടെ റീ ഓപ്പണിംഗ് വന്നതിന് ശേഷം. അപ്പോൾ അതിൻ്റെ ഒരു പാനിക്കൊക്കെയാണ് പിന്നെ അടുത്തതായിട്ട് ഈ ഒരു മാർക്കറ്റിന് ഡൗൺ ട്രെൻഡിന് കാരണം. പിന്നെ ഇങ്ങനത്തെ ഒരു ന്യൂസുകളെല്ലാം വന്നുകൊണ്ട് തന്നെ ഇന്നലത്തെ യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ പിന്നീട് ആ ഒരു അനൗൺസ്മെൻറ്റിന് ശേഷം ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏഷ്യൻ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ന് റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇനി ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ US മാർക്കറ്റിൻ്റെ ഒക്കെ ഒരു എക്കോണമിയുടെ ഒരു ആക്ച്വൽ സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ റേറ്റിംഗ് കമ്പനികൾ കൊടുത്ത റേറ്റിംഗ് പ്രകാരമാണെങ്കിലും അതുപോലെ തന്നെ കമ്പനികളിൽ നിന്ന് വരുന്ന ഏർണിങ്സ് റിയാക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിലും ഈ ഒരു 2020 ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടമായിരിക്കും എന്ന് തന്നെയാണ് എല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2021 ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതകളുണ്ട് എന്നും അവർ പറയുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു 2020 കുറച്ച് കോഷ്യസ് ആയിട്ടിരിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല സെക്ടറുകളിൽ നിന്നും അപ്ഡേറ്റുകൾ പ്രകാരം ഒരു ഡിമാൻഡിലുള്ള ഒരു ക്രൈസിസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പർച്ചേസ് മാത്രമേ നടത്തുന്നുള്ളൂ. എസെൻഷ്യൽ ഗുഡ്സിൻ്റെ പർച്ചേസ് മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. അതല്ലാതെ അതിന് പുറത്തുള്ള ഒരു പർച്ചേസ് അങ്ങനെ മാർക്കറ്റിൽ കാണുന്നില്ല എന്നും പല സെക്ടറുകളിൽ നിന്നും അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 2020 കുറച്ചൊന്നും ഒരു കോഷ്യസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റർ ആയിട്ടിരിക്കുന്നതാണ് ഈ ഒരു സമയത്ത് നല്ലതും. ഇന്ന് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ US വീക്ക്ലി ജോബ്ലെസ് ക്ലെയിം റിപ്പോർട്ട് ഇന്ന് ഈവനിങ് പബ്ലിഷ് ആവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ 1.87 മില്യൺ ആയിരുന്നു. അപ്പോൾ ഈ ആഴ്ച എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് ഒരു കുറവുണ്ടാവും, 1.55 മില്യൺ ആയിട്ട് കുറയും എന്നൊരു എസ്റ്റിമേഷനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ US മാർക്കറ്റിൽ നാസ്ഡാക്ക് ഇന്നലെ ചെറിയൊരു മൈൽഡായിട്ടുള്ളൊരു പോസിറ്റീവിലാണ് ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ നല്ലൊരു നെഗറ്റീവിലാണ് നിൽക്കുന്നത്. ഏകദേശം 2.5% മുകളിലാണ് എല്ലാ മാർക്കറ്റും നെഗറ്റീവിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ SGX നിഫ്റ്റി എല്ലാം തന്നെ ഡൗണിലാണ്. അതിൽ തന്നെ SGX നിഫ്റ്റി 59 പോയിൻറ്റ്സ് ഡൗണിൽ ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിലൊരു വർധനവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു അനൗൺസ്മെൻറ്റ് വന്നതും ആ ഒരു US എക്കോണമിയിൽ ഉണ്ടായ വീഴ്ചകളൊക്കെയാണ് ഇപ്പം ഗോൾഡിൻ്റെ പ്രൈസിൽ വീണ്ടും ഒരു വർധനവിന് കാരണം. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ ഒരു ഡൗൺ ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ വീണ്ടും ഒരു കൊറോണയുടെ സെക്കൻഡ് വേവ് വന്നത്, അതുപോലെ തന്നെ US എക്കോണമിയിൽ ഉണ്ടായിരുന്ന ഡൗണ്, അപ്പോൾ ഡിമാൻഡിലുള്ള ഒരു കുറവ് വരും എന്നുള്ളൊരു സാഹചര്യങ്ങളൊക്കെയാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ വീണ്ടും ഒരു ഡൗണിന് കാരണം. ഇനി അടുത്തതായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇന്നലെ FIIൻ്റെ ഭാഗത്തുനിന്ന് 919 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് 500 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ ഡോളറിന് അഗേൻസ്റ്റായിട്ട് 20 പൈസ ഡിവിഡൻഡ് ആയിട്ടുണ്ട്. 75.78 ഇന്നലെ രൂപയുടെ മൂല്യം ട്രേഡ് ഉണ്ടായിരിക്കുകയാണ്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ ഇന്ന് നിഫ്റ്റിയിൽ പോയിൻറ്റ് കോൺട്രിബ്യൂഷൻ വൈസ് നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ HDFC ബാങ്ക്, ICICI ബാങ്ക്, അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറുകളായിരുന്നു നിഫ്റ്റിയുടെ പോയിൻറ്റിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തത് ഡൗൺ സൈഡിലേക്ക്.
പിന്നെ അടുത്തതായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ന്യൂസായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് അവർ റൈറ്റ് ഇഷ്യൂ കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഡാറ്റ പ്രകാരം നോക്കുവാണെങ്കിൽ മുകേഷ് അംബാനിക്ക് റൈറ്റ് ഇഷ്യൂ വഴിയായിട്ട് 5.5 ലക്ഷം ഷെയർസ് കിട്ടി എന്നുള്ളൊരു ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. മുകേഷ് അംബാനിക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വൈഫിനും അതുപോലെ തന്നെ മക്കൾക്കും, അവരെല്ലാവരും തന്നെ 0.12% ആണ് അവർ ആ ഒരു റിലയൻസ് ഇൻഡസ്ട്രീസിൽ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ 5.52% ഷെയർസ് അക്വയർ ചെയ്തു എന്ന് സബ്സ്ക്രിപ്ഷൻ വഴിയായിട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് നോക്കുവാണെങ്കിൽ അതിലൊരു റിഡക്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പം 50% താഴെയാണ് പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഇപ്പം റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിലനിൽക്കുന്നത്, 49.71. ഇനി അടുത്ത അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ ഇന്ന് സുപ്രീം കോർട്ടിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു AGR ഡ്യൂ കേസിൽ. അതിൽ എല്ലാ ടെലികോം കമ്പനികളോടും ഒരു 5 ദിവസത്തിനുള്ളിൽ അവരെങ്ങനെ ഇത് ഡ്യൂസൊക്കെ ക്ലിയർ ചെയ്യാൻ പോകുന്നു, അതിൻ്റെ ഒരു റോഡ് മാപ്പ് പ്രൊപ്പോസ് ചെയ്യണം എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് ടെലികോം സെക്ടറുകളൊക്കെ ഒരു മിക്സഡ് ട്രെൻഡ്, ഒരു ഡൗൺ സൈഡിലേക്കുള്ള ട്രെൻഡൊക്കെയാണ് കാഴ്ചവെച്ചത്. അതിൽ വോഡാഫോൺ ഐഡിയ അപ്ഡേറ്റ് പ്രകാരം നോക്കുവാണെങ്കിൽ ഈ ഒരു 5 ദിവസത്തിനുള്ളിൽ 3-4 ദിവസത്തിനുള്ളിൽ ഇവർക്ക് ഈ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നത് എളുപ്പമല്ല. കാരണം അത്ര ഹ്യൂജാണ് അവർക്ക് ഉള്ള ഡ്യൂ എന്നുള്ള രീതിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവർക്ക് എംപ്ലോയീസിന് സാലറി കൊടുക്കാനും അതുപോലെ തന്നെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഇനഫ് മണി ഇല്ല എന്നുള്ള രീതിയിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അവർ ഏകദേശം 53,000 കോടിയുടെ ഡ്യൂസാണ് ഇപ്പോൾ അവരുടെ കയ്യിലുള്ളത്. അവർ കൊടുക്കാനുള്ള എമൗണ്ടും അതിൻ്റെ പുറത്തുള്ള പലിശയും പിഴയെല്ലാം ചേർത്ത്. അപ്പോൾ ഇത്രമാത്രം എമൗണ്ട് അതിൽ ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ പോസിബിൾ അല്ല എന്നുള്ള രീതിയിലാണ് അവർ അപ്ഡേറ്റ് കൊടുത്തത്. തുടർന്ന് ആ സ്റ്റോക്ക് നല്ലൊരു ഡൗണിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇൻഡസിൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊമോട്ടേഴ്സ് 5 ലക്ഷം ഷെയർസ് ജൂൺ 8-ന് 9-ന് ഇടയിലായിട്ട് വീണ്ടും മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഇപ്പോൾ അവർ ഒരു നല്ലൊരു അപ് ട്രെൻഡിലാണ് സ്റ്റോക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തതായിട്ട് മഹാനഗർ ഗ്യാസിൻ്റെ ഏർണിങ്സ് റിലീസ് ഉണ്ടായിരുന്നു. 25% ഇൻക്രീസാണ് അവർ Q4 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രോഫിറ്റിൽ. അതുപോലെ തന്നെ റവന്യൂവിൽ ഇയർ ഓൺ ഇയറിൽ നോക്കുകയാണെങ്കിൽ 5% ഡിക്ലൈനും റിപ്പോർട്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ കമ്പനി ഒരു ഫൈനൽ ഡിവിഡൻഡായിട്ട് 10 രൂപ പെർ ഷെയർ, 10.5 രൂപ പെർ ഷെയറും അതുപോലെ തന്നെ സ്പെഷ്യൽ ഡിവിഡൻഡായിട്ട് 15 രൂപ പെർ ഷെയറും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു പോസിറ്റീവ് ന്യൂസായിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ട്രാക്ക് ചെയ്യുന്നവരൊക്കെ ഇത് ന്യൂസിനൊന്ന് തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യുക. പിന്നെ അടുത്തായിട്ട് സൺഫാർമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് US ഒരു കേസ് ഫയലായിട്ടുണ്ട് അവരുടെ കമ്പനിക്ക് അഗെയിൻസ്റ്റായിട്ട്. അതായത് ഇവർക്ക് മാത്രമല്ല, അവിടുത്തെ ഒരു 26 ജനറൽ ഡ്രഗ് മാനുഫാക്ചേഴ്സ് അവർക്ക് എതിരായിട്ടാണ് ഇപ്പോൾ ഒരു കേസ് ഫയലായിരിക്കുന്നത്. അപ്പം ആ ഒരു പ്രൈസ് ഫിക്സേഷൻ്റെ ഒക്കെ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടാണ് ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ തുടർന്ന് ഒരു നെഗറ്റീവ് ന്യൂസ് ആയിരുന്നു ഈ സ്റ്റോക്കിനെ തുടർന്ന് സ്റ്റോക്ക് ഡൗണിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ SBIനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ അവർ ലോങ് ടൈമിലൊരു ഫണ്ട് റേസിങ്ങിനായിട്ടുള്ളൊരു പ്ലാന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു അപ്രൂവൽ വന്നിട്ടുണ്ട്. ഏകദേശം $1.5 ബില്യൺ ഒരു ഫണ്ട് റേസിംഗ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇയർ 2021. പിന്നെ ICICI ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ അവർക്ക് ഒരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടായിരുന്നു അപ്പോളോ ഗ്ലോബൽ മാനേജ്മെൻറ്റുമായിട്ട്. അപ്പോൾ അപ്പോളോ ഗ്ലോബൽ മാനേജ്മെൻറ്റ് ഇപ്പോൾ കൊടുത്തത് അപ്ഡേറ്റ് പ്രകാരം അവർ ഈ ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ നിന്ന് പിന്മാറുകയാണ്. അതായത് അവരുടെ ജോയിൻറ്റ് വെഞ്ചർ A1 ക്യാപിറ്റൽ പാർട്ട്ണറാണ്, ഒരു ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ്സാണ്. അപ്പോൾ അതിൽ നിന്ന് പിന്മാറി അവരുടെ ഓൺ ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ്സിലേക്ക് മാറുകയാണ് എന്നുള്ള രീതിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ ഏകദേശം $660 മില്യൺ ആണ് അവർ ഇപ്പോൾ ടോട്ടൽ അസറ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോളോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം ഇനി മുതൽ അവർ ആ ഒരു ജോയിൻറ്റ് വെഞ്ചറിലേക്ക് പണം നിക്ഷേപിക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നിക്ഷേപിച്ച ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം തന്നെ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വിത്ഡ്രോ ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ ഒരു സ്റ്റോക്ക് ICICI ബാങ്ക് ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ശങ്കര ബിൽഡിംഗ് പ്രോഡക്റ്റിൻ്റെ ഏർണിങ്സ് റിയാക്ഷൻ നോക്കുവാണെങ്കിൽ അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 7.1% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച്. അതുപോലെ തന്നെ റവന്യൂവിൽ 11.6% ഗ്രോത്ത് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ റീറ്റെയിൽ സെഗ്മെൻറ്റിൽ 4% വർധനവും അതുപോലെ തന്നെ ചാനൽ എൻ്റർപ്രൈസ് സെഗ്മെൻറ്റിൽ 23% വർധനവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫെഡറൽ ബാങ്കിലൊരു ലാർജ് ട്രേഡ് നടന്നതായിട്ടൊരു ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 36.9 ലക്ഷം ഷെയർസിൻ്റെ BSEയിലാണ് ട്രേഡ് നടന്നിരിക്കുന്നത്. പിന്നെ സെഞ്ചുറി ടെക്സ്റ്റൈൽസിൻ്റെ ഏർണിങ്സ് റിലീസിൽ നോക്കുമ്പോൾ 16.3% ഡിക്ലൈനാണ് ഈ കഴിഞ്ഞ Q4 അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 32.1% ഡിക്ലൈനാണ് റിപ്പോർട്ടായിരിക്കുന്നത്. പിന്നെ നമ്മൾ ഗ്ലോബൽ ലെവലിലേക്ക് വരുമ്പോൾ ഇപ്പോൾ US മാർക്കറ്റിൽ വീണ്ടും ആ ഒരു കൊറോണയുടെ സെക്കൻഡ് വേവ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എക്കോണമി റീഓപ്പൺ ചെയ്തുവെങ്കിലും
അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 2020 നല്ലൊരു ക്രൂഷ്യൽ സ്റ്റേജ് ആണ് എന്നാണ് എല്ലാ എക്കോണമിയും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്കോണമികൾ മാത്രമല്ല, എല്ലാ ബിസിനസ് കമ്പനികളും ഈ ഒരു 2020 ഒരു ക്രൂഷ്യൽ ഇയർ ആയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ 2021 Q1 റിസൾട്ട്സ് വരാനുള്ള സമയം എടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇനിയും മാർക്കറ്റിൽ പല മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് അഗ്രസീവ് ആയിരിക്കുക മാർക്കറ്റിൽ. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.